എഞ്ചിനീയറിംഗ് എന്നത് അബ്സല്യൂട്ട് ബൗണ്ടറീസിലൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി എന്നത് കോപ്പർ വയറിലൂടെ ഇൻവിസിബിളായി ഫ്ലോ ചെയ്യുന്ന കറണ്ടും സോളിഡ് സ്റ്റീലിനെ സ്പിന്നിങ് മെക്കാനിക്കൽ ഫോഴ്സും തമ്മിലുള്ളതാണ്. ഈ ബൗണ്ടറിയുടെ ഒരു സൈഡിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡൊമെയ്ൻ ആണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും വോൾട്ടേജും കറണ്ടും കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. മറുഭാഗത്ത് മെക്കാനിക്കൽ ഡൊമെയ്ൻ ആണ്. അവിടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ടോർക്ക്, റൊട്ടേഷണൽ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്നിവയിലാണ്. ഈ സിസ്റ്റംസ് തമ്മിൽ നാച്ചുറലായി ഒരു ഇന്ററാക്ഷനും ഇല്ല. വെറും ഒരു ഇലക്ട്രിഫൈഡ് വയർ മെക്കാനിക്കൽ ഷാഫ്റ്റിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് റൊട്ടേറ്റ് ചെയ്യില്ല. ഈ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി എഞ്ചിനീയേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഉപയോഗിക്കുന്നത്. എനർജി പുതിയതായി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെർമനന്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല എന്നാണ് ഈ നിയമം വ്യക്തമാക്കുന്നത്. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് കൊണ്ട് ഒരു സർക്യൂട്ടിൽ നിന്നും സോളിഡ് മെക്കാനിക്കിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി തന്നെ മാനേജ് ചെയ്യുകയും കൺസേർവ് ചെയ്യുകയും വേണം. ഈ ഒരു ഫിസിക്കൽ ഡിവൈഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹാർഡ്വെയർസിനെയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഡിവൈസസിനെ അവ എത്രത്തോളം എനർജി ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആ എനർജി ഫ്ലോ കണ്ടിന്യൂസ് ആണോ അതോ ബ്രീഫ് കൺട്രോൾഡ് പൾസസ് ആയിട്ടാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയും സ്ട്രിക്റ്റായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടീഷണൽ പവർ ഗ്രിഡിലേക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ പവർ ട്രെയിൻ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ഇ.എം.സി ഡിവൈസുകളുടെ മൈക്രോസ്കോപ്പിക് ഗ്യാപ്പിൽ എനർജി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഇതിലെ ഏറ്റവും ലളിതമായ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോ എനർജി സിഗ്നൽ പ്രോസസ്സിംഗിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കാറ്റഗറി 1 ഡിവൈസസ് ആണ്. ഇവിടെ റാ ഫിസിക്കൽ പവറിന് കാര്യമായ പ്രസക്തിയില്ല. ഡേറ്റ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആക്യുറേറ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. ഉദാഹരണത്തിന് ഈ പഴയ ബ്രോഡ്കാസ്റ്റ് മൈക്രോഫോൺ നോക്കൂ. ഇത് ഫിസിക്കൽ, മെക്കാനിക്കൽ, അക്കോസ്റ്റിക് വേവ്സ് ക്യാപ്ചർ ചെയ്യുകയും ആ ടൈനി പ്രഷർ വേരിയേഷനെ ഒരു ലോ വോൾട്ടേജ് ഇലക്ട്രിക് സിഗ്നലായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് കൃത്യം ഇൻവേഴ്സ് പ്രോസസ്സാണ് ഒരു ടെലിഫോൺ റിസീവറിലൂടെ നടക്കുന്നത്. അവിടെ ഇലക്ട്രിക്കൽ പൾസസിനെ വീണ്ടും മനുഷ്യർക്ക് കേൾക്കാൻ പാകത്തിലുള്ള മെക്കാനിക്കൽ സൗണ്ട് വേവ്സ് ആയി മാറ്റുന്നു. ആദ്യകാലങ്ങളിൽ എഞ്ചിനീയേഴ്സ് ഇത്തരം സെൻസിറ്റീവായ ലോ എനർജി കൺവേർഷനെ മെക്കാനിക്കലി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അക്കോസ്റ്റിക് ഹോൺസിന്റെ ഫിസിക്കൽ ഷേപ്പിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ, അതായത് ആക്ച്വൽ ഫിസിക്കൽ ഫോഴ്സ് ആവശ്യമായി വരുമ്പോൾ നമ്മൾ കാറ്റഗറി 2 ഡിവൈസിലേക്ക് കടക്കുന്നു. സിഗ്നൽ പ്രോസസ് ചെയ്യുന്നതിന് പകരം ഇവ ആക്ച്വേറ്റേഴ്സ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവ കണ്ടിന്യൂസ് റൊട്ടേഷന് പകരം സ്റ്റാറ്റിക് അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് റിലേസിലും മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സിലും കാണാൻ സാധിക്കും. ഇവിടത്തെ സേഫ്റ്റി സ്വിച്ച് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ബ്രീഫ് ആയതും എന്നാൽ ഇന്റൻസ് ആയതുമായ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവ മിക്കപ്പോഴും സിംഗിളി എക്സൈറ്റഡ് സിസ്റ്റംസ് ആയിരിക്കും. അതായത് ഒരു യൂണി ഡയറക്ഷണൽ മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഇലക്ട്രിക്കൽ പവർ സോഴ്സ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഡബ്ലി എക്സൈറ്റഡ് സിസ്റ്റംസ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ റൊട്ടേഷണൽ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സെപ്പറേറ്റ് പവർ ഇൻപുട്ട്സ് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. കാറ്റഗറി 1ഉം 2ഉം കമ്മ്യൂണിക്കേഷനും സേഫ്റ്റി ലോജിക്കിനും ഒഴിച്ചുകൂടാനാവാത്തതാണെങ്കിലും അവയുടെ ഇടവിട്ടുള്ള ചലനങ്ങളും ലിമിറ്റഡ് മോഷനും കാരണം ഹെവി ഇൻഡസ്ട്രീസിൽ ഇവ ഉപയോഗിക്കാൻ കഴിയില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഫിസിക്കൽ വർക്കിന് വേണ്ടി എഞ്ചിനീയറിംഗ് ലോകം ആശ്രയിക്കുന്നത് കാറ്റഗറി 3 ഡിവൈസസിനെയാണ്. ഇവ കണ്ടിന്യൂസ് എനർജി കൺവേർഷൻ സിസ്റ്റംസ് ആണ്. ചരിത്രപരമായി നോക്കിയാൽ വലിയ ഹെവി അയൺ റൊട്ടേറ്റിംഗ് മെഷീൻസ് ആണ് മോഡേൺ മാനുഫാക്ചറിംഗിന്റെ തറക്കല്ലായി മാറിയത്. ഈ മെഷീൻസിനെ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു, മോട്ടോഴ്സും ജനറേറ്റേഴ്സും. പക്ഷേ ഒരു സ്ട്രിക്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കിയാൽ ഇവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു മോട്ടോറും ജനറേറ്ററും ഒരേ പീസ് ഓഫ് ഹാർഡ്വെയർ തന്നെയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിർവഹിക്കുന്നത് സിസ്റ്റം ബൗണ്ടറിയിലൂടെ എനർജി ഏത് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ്. മോട്ടോറിംഗ് മോഡിൽ ഇലക്ട്രിക് എനർജി ഇൻപുട്ടായി ആക്ട് ചെയ്യുകയും മെക്കാനിക്കൽ റൊട്ടേഷണൽ എനർജി അതിന്റെ ഫിസിക്കൽ ഔട്ടായി മാറുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റിംഗ് മോഡ് ലഭിക്കും. അവിടെ മെക്കാനിക്കൽ റൊട്ടേഷൻ ഷാഫ്റ്റിലേക്ക് ഇൻപുട്ടായി നൽകുകയും ഇലക്ട്രിക് പവർ ഔട്ട്പുട്ടായി ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. ഒരൊറ്റ ഇന്റേണൽ മോഡിഫിക്കേഷൻ പോലും ഇല്ലാതെ ഒരേ കോപ്പർ വൈൻഡിങ്ങും ഹെവി സോളിഡ് സ്റ്റീൽ കാസ്റ്റിംഗും തന്നെയാണ് ഈ രണ്ട് ഓപ്പറേഷനും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രിക്റ്റ് ബൈഡയറക്ഷണൽ ഉള്ളത് കൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സിന് ഒരൊറ്റ സെറ്റ് ഓഫ് തെർമോഡൈനാമിക് ഇക്വേഷൻസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പവർ ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്താലും ആ മെഷീന്റെ പെർഫോമൻസ് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രിക്കൽ വയേഴ്സ് സ്പിന്നിങ് മെക്കാനിക്കൽ ഷാഫ്റ്റിൽ ഡയറക്റ്റായി ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പവർ എങ്ങനെയാണ് ഒരു ഡൊമെയിനിൽ നിന്നും മറ്റൊന്നിലേക്ക് ഫിസിക്കലി ക്രോസ് ചെയ്യുന്നത്? ഇതിന്റെ ഫിസിക്കൽ കേസിംഗ് മാറ്റി നോക്കിയാൽ ഇന്റേണൽ ആർക്കിടെക്ചർ വ്യക്തമായി കാണാം. ഇതിന്റെ സ്റ്റേഷനറി ആയിട്ടുള്ള ഔട്ടർ റിങ്ങിനെ സ്റ്റേറ്റർ എന്നും ഇന്റേണൽ സ്പിന്നിങ് കമ്പോണന്റിനെ റോട്ടർ എന്നും വിളിക്കുന്നു. ഇവ രണ്ടിനും ഇടയിലായി ഒരു എംപ്റ്റി ഫിസിക്കൽ എയർ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി മെഷീൻ ഒരു ഇൻവിസിബിൾ ഫിസിക്കൽ മീഡിയം ആശ്രയിക്കുന്നു.
അതിനെയാണ് മാഗ്നറ്റിക് കപ്ലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കപ്ലിംഗ് ഫീൽഡ് ഒരു ഇന്റർമീഡിയറ്ററി ബഫർ ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി ആദ്യം മാഗ്നറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയും അതിനുശേഷം ഈ ഗ്യാപ്പ് ക്രോസ് ചെയ്ത് മെക്കാനിക്കൽ മോഷനായി മാറുകയും വേണം. ഈ കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം ആ കൃത്യമായ 3 സ്റ്റേജ് തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് വ്യക്തമാക്കുന്നത്. എനർജി ആദ്യം ഇലക്ട്രിക്കൽ ഡൊമെയ്നിലേക്ക് എൻ്റർ ചെയ്യുന്നു, പിന്നീട് കപ്ലിംഗ് ഫീൽഡിലൂടെ പാസ് ചെയ്യുകയും ഒടുവിൽ മെക്കാനിക്കൽ ഡൊമെയ്ൻ വഴി എക്സിറ്റ് ചെയ്യുന്നു. ഇൻപുട്ട് സൈഡിൽ ഇലക്ട്രിക്കൽ ഡൊമെയ്നിനെ അതിന്റെ ഡ്രൈവിംഗ് പാരാമീറ്റേഴ്സായ വോൾട്ടേജ്, കറന്റ് എന്നിവയുടെയും ഔട്ട്പുട്ട് സൈഡിൽ മെക്കാനിക്കൽ ഡൊമെയ്നിലെ ടോർക്ക്, ആംഗുലർ വെലോസിറ്റി എന്നിവയുടെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു തിയറിറ്റിക്കൽ ലോസ്ലെസ് സിനാരിയോയിൽ ഓരോ ജൂൾ ഇലക്ട്രിക്കൽ എനർജിയും പെർഫെക്റ്റ്ലി മെക്കാനിക്കൽ ഫോഴ്സായി മാറുന്നു. എന്നാൽ റിയലിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിന് കുറച്ച് ഇൻകമിംഗ് എനർജി സ്റ്റോർ ചെയ്യേണ്ടി വരുന്നുണ്ട്. കൂടാതെ ഫിസിക്കൽ മെഷീനിൽ മാഗ്നറ്റിക് ലോസും ഫ്രിക്ഷനും ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് പവർ നഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ ഇൻപുട്ടിന് പെർഫെക്റ്റ്ലി ഈക്വൽ ആകില്ല. ഇങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നതും നഷ്ടപ്പെടുന്നതുമായ മാഗ്നറ്റിക് എനർജി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ഒരു ഇലക്ട്രോമെക്കാനിക്കൽ അനാലിസിസിന്റെ ബേസിക്സ്. ഇതിനാവശ്യമായ പ്രിസൈസ് എനർജി ബാലൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നതാണ് ഇത്തരം മെഷീൻസ് ഡിസൈൻ ചെയ്യുന്നതിലേക്ക് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. താങ്ക് യു.